ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേയധികം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കിച്ചു ബിഗ് ബോസിലേക്ക് പോവാണ്, സന്ദീപ് ഇടപ്പാൽ ബിഗ് ബോസിലേക്ക് പോവാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസിൽ നമുക്കറിയാം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന ആൾക്കാരെയായിരിക്കും അവർ തേടി പിടിച്ച് കൂടുതലായിട്ടും വിളിക്കുന്നത്. സോ ഇപ്പോൾ സന്ദീപിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കേസും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനെ കുറച്ച് റീച്ചിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവർ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫർമേഷൻ അവർ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ദെൻ ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അറിയില്ല അല്ലെങ്കിൽ നമുക്ക് കിച്ചു ഈ വിഷയത്തിലേക്ക് വീണ്ടും വരണമെന്ന് ഒരു ആഗ്രഹമില്ല. എന്നാൽ ചില ആളുകൾ കിച്ചു പ്രതികരിക്കണം, കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കണം, കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. കിച്ചു ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ. അവൻ്റെ ഒരു ബിസിനസ്, ആ ബിസിനസ്സിന്റെ തുടക്കമാണിപ്പോൾ. ആ ഒരു തുടക്ക സമയത്ത് തന്നെ അവന് നെഗറ്റീവ് കമന്റുകൾ ഇപ്പൊ വന്ന് കിടക്കുക. അവനൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും അവന് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നു. പല ആളുകളും കിച്ചുവിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കിച്ചുവിന്റെ വായിൽ നിന്നും ഒരു വാക്ക് കിട്ടുമെന്നവർ പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ചില വ്ളോഗർമാർക്ക് എങ്ങനെയെങ്കിലും കിച്ചു ഒന്ന് മിണ്ടണം എന്നുള്ള രീതിയിലാണെന്നുള്ളതാണ്. കിച്ചുവിനോട് സംസാരിച്ചപ്പോൾ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചാൽ അവനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും അതിൻ്റെ പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് കെട്ടിപ്പടുക്കാനുള്ള തുടക്കമാണ്. ഒരു ബിസിനസ്സിലേക്ക് കാൽവെക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ചില ആളുകൾ കിച്ചു എന്ത് മാതൃകാപരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇത്രയും ചെറുപ്പത്തിൽ അവൻ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ്. അത് ഇവിടെ നമ്മുടെ സന്ദീപ് ഇടപ്പാൽ എന്ന് പറയുന്ന ആള് കിച്ചുവിനെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിച്ചു പറയുന്നത് എന്താണ്, ഇപ്പോൾ കറൻറ്റ്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും അവന് അറിയില്ല. അപ്പോൾ അവനിപ്പോൾ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഫാമിലി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ റൂഹിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇൻഡയറക്ട്ലി തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് സുധിയുടെ സപ്പോർട്ട് കിച്ചുവിനുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു ബിസിനസ്സായി പോകുന്നു, അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ എത്രയധികം ശക്തികളാണ് അവനെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പോലും അവനെ തകർക്കാനായിട്ട് എത്രയധികം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവനതൊരു വലിയ കണ്ടന്റ് ആക്കി അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ അതിൽ നിന്നും നേടായിരുന്നു. പക്ഷെ അവൻ എപ്പോഴും നല്ലൊരു മാർഗത്തിലൂടെ തന്നെ പൈസ നേടാൻ വേണ്ടി ശ്രമിക്കുന്ന, ഒരു ബിസിനസ് പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു ഏജിൽ തന്നെ. സോ നമ്മൾ ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ കാണുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനില്ല, അമ്മയില്ല, നിയന്ത്രിക്കാൻ ആളില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ഇപ്പോൾ കൊണ്ടുപോകുന്നു. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് കിട്ടിക്കെട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ പറയാം. ആളുടെ ടീഷർട്ട് അപ്പം അങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുവന്നു. കാരണം നമ്മൾ ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും പല ആൾക്കാരും ഏത് ഏജിലായിരിക്കും
ഒരു 30 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 35 ആ ഒരു ഏജിലൊക്കെയാണ് കുറേ ആൾക്കാർ ബിസിനസ് തുടങ്ങുന്നത്. ചില ആൾക്കാർക്ക് ഓൾറെഡി നമ്മുടെ പേരൻസ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ അത് അവർ ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ബിസിനസ്സിലേക്ക് കിടക്കുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പല പല ഡിസൈൻസ് ഉണ്ട്, അപ്പോൾ ആ ഒരു പുതിയ ഡിസൈൻസൊക്കെ വരും എന്നുള്ളത് സന്ദീപ് ഇവിടെ പറയുന്നുണ്ട്. സോ ഒരു ഇൻസ്പിറേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിങ് ആണ്. പല വളർന്നു വരുന്ന ആൾക്കാർക്കൊക്കെ എന്താ പറയുക, ഒരു ഇൻസ്പിറേഷനാണ് കിച്ചു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരും നിയന്ത്രിക്കാനില്ലാത്ത പല ആൾക്കാരും പല വഴികളിലൂടെ പോകും. പക്ഷെ അവൻ ആ വഴിയിലൂടെ പോയിട്ട് തന്നെ അത് തെറ്റാണെന്ന് ഓർത്ത് തിരിച്ചു വരിക, അല്ലെങ്കിൽ അപ്പം അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാരണം ഇപ്പം രേണുവിന് ദൈവമായിട്ട് തന്നെ ഇങ്ങനെ ഒരു അസുഖം കൊടുത്തിട്ട് പോലും തിരിച്ച് എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അസുഖം വന്നതെന്ന് പോലും ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഇത്രയധികം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത്രയധികം വീണ്ടും കോൺട്രവേഴ്സി ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കില്ല. സോ ആ ഒരു മെച്യൂരിറ്റി, അതായത് ഈ കിച്ചുവിൻ്റെ അത്രയും പോലും ഒരു മെച്യൂരിറ്റി രേണുവിനില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്തായാലും റൂഹി പറയുന്നത് 100% കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സന്ദീപ് പറയാതെ പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോകും എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് ഇപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പണായിട്ട് വന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് കിച്ചു പറഞ്ഞായിരുന്നു, അതായത് രേണുവിനോടാണെങ്കിലും മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ വീഡിയോസൊന്നും, ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇടരുത്, ബിക്കോസ് ബിഗ് ബോസ് പോലെ ഒരു വലിയ റിയാലിറ്റി ഷോയിൽ പോയൊരു സെലിബ്രിറ്റി ആണ്. അപ്പോൾ മേ ബി കിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു റിയാലിറ്റി ഷോ ആയിട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേ ബി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് മേ ബി നമുക്ക് പ്രതീക്ഷിക്കാതിരിക്കാം. അങ്ങനെ ഒരു 50-50 ചാൻസസ് ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അവൻ പാട്ട്, യൂട്യൂബ് ചാനല്, പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും ഇനാഗുറേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ, വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ നോക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നു. അങ്ങനെ ലൈക്ക് അപ്പം ആ ഒരു കുട്ടീനെ ഇനി ആരാണെങ്കിലും എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞ് ചവിട്ടി താഴ്ത്താനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെതിരെ ഞാൻ സംസാരിക്കും. അപ്പോൾ എനിക്ക് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കണ്ടൻറ്റ് ഞാൻ എടുത്തത് പോലും. അവനെ സപ്പോർട്ട് ചെയ്യണം. ഇനിയാണെങ്കിൽ പോലും രേണുസുതി അതുപോലെ തന്നെ ബിഷപ്പ് പോലെ ആൾക്കാർ അവനെതിരെ വരുവാണെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. കാരണം വളർന്നു വരുന്ന ഒരു പയ്യനാണ്. അപ്പം അവൻ എന്താ പറയുക ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാം ചെയ്തു തരാനായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ പേരൻസ് ഉണ്ടെങ്കിൽ പോലും ഇത്രയൊന്നും എത്താത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രചോദനം ആവട്ടെ കിച്ചുവിൻ്റെ ഈ പ്രവൃത്തി എന്ന് ഞാൻ പറയുന്നു. ആൻഡ് ബിഗ് ബോസിൽ വന്നാൽ നമുക്ക് കാണാം, രണ്ടുപേരെയും കാണാം. സോ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്, നിങ്ങൾ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ഇവിടെ ഇടുക. സോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം ഗൈസ്. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.